എത്ര ലൊക്കേഷനിൽ പോയിട്ടുണ്ടാവും? ഇത്ര എണ്ണം ഉണ്ടായിരുന്നോ? ഇത്ര ലൊക്കേഷനിൽ പോകണം, ഈ എല്ലിന്റെ പ്ലേസ്മെന്റ് ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യും ചേട്ടാ, ഈ എല്ലെല്ലാം കൂടെ ഞാൻ എവിടെ കൊണ്ട് സ്ട്രീറ്റ് കണ്ടിട്ട് പുള്ളി ഭയങ്കര ഒരു എന്താ പറയുക അഭിമാനത്തോടെ കൂടി അവിടെ ഇങ്ങനെ നിന്നിട്ട് സെറ്റ് നോക്കി പൈസ മുടക്കിയത് വെറുതായിരുന്നു. എൻ്റെ സെറ്റ് എൻ്റെ പൈസ മൊത്തം ഇവിടെ കാണാനുണ്ട് എന്നുള്ളത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പുള്ളി ഭയങ്കര കൗതുകമാണ് പുള്ളിക്ക് എന്ത് കാണുമ്പോഴും കുഞ്ഞിക്കുട്ടീനെ പോലെ കുറേ കോംപ്ലിക്കേഷൻസ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴൊന്ന് ഹെലികോപ്റ്റർ കയറി വരും, അത് സമയത്ത് എത്തുന്നില്ല, അവിടുന്നൊരു വണ്ടി ഇങ്ങോട്ട് തരാണ്ട് അതിലിട്ട് നമ്മൾ ഷൂട്ടിൻ്റെ ഡേറ്റ് എടുക്കുന്നതോറും പ്രഷർ കൂടിയിട്ട് ഒന്ന് കയ്യിൽ നിന്ന് പോയായിരുന്നു. എമ്പുരാൻ എന്ന സിനിമയിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് അർഹിക്കുന്ന ഒരാൾ, അതായത് അതിൻ്റെ ആർട്ട് ഡയറക്ടർ മോഹൻദാസ് ആണെന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം. സന്തോഷമായിട്ടിരിക്കുന്നു, ഭയങ്കരമായ സന്തോഷത്തിലാണ്. അതെ, ഭയങ്കര സന്തോഷത്തിലാണ്. എങ്ങനെ പോകുന്നു ഇൻ്റർവ്യൂസ് ഒക്കെ? ഇപ്പോൾ എവിടെ നോക്കിയാലും മോഹൻദാസ് ആണ്. കുറച്ച് സീരീസ് ഉണ്ട്. പടം അത്യാവശ്യം നല്ല തിയേറ്ററിൽ ഓടുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ ചെയ്തൊരു ഹാർഡ് വർക്ക് ജനങ്ങൾ കാണുക, ജനങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്ന തരത്തിലുള്ളൊരു സന്തോഷമുണ്ട്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമുണ്ട്. അതല്ലേ. ഇപ്പോൾ 2 വലിയ സിനിമകൾ നടക്കുന്ന സമയത്ത്, അതായത് ഒരു സ്ഥലത്ത് 2018 ഷൂട്ട് നടക്കുന്നു, ഒരു സ്ഥലത്ത് ആടുജീവിതത്തിൻ്റെ ഷൂട്ട് നടക്കുന്നു. ഈ 2 സിനിമകളുടെ നടുക്കുണ്ടായ ഒരു ഡിസ്കഷൻ, അതാണ് എമ്പുരാൻ അല്ലേ? അതിപ്പോൾ അതേ ഇങ്ങനെ സഫലമായി പൂത്ത് വിടർന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഡിസ്കഷൻ ടൈം എങ്ങനെയായിരുന്നു ഈ ഒരു പടത്തെ എടുത്തിരുന്നത്? ഇത്ര വലിയ പടമാണെന്നൊരു ഇതുണ്ടായിരുന്നു. വലിയ പടമല്ലല്ലോ, ചെറിയ പടം തന്നെയല്ലേ. എപ്പോഴും രാജ് പറയണ ചെറിയ പടം സിനിമയല്ലേ. വലിയ പടം ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ ഞങ്ങൾ. ഇത് കുഞ്ഞിപ്പടമാണ്. എന്ന് വെച്ചാൽ രാജേട്ടൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട്, എടാ നമുക്കൊരു വലിയ സിനിമ ചെയ്യണം. അപ്പം അതെ, തീർച്ചയായിട്ടും നമുക്ക് വലിയ സിനിമ വേണം. നമ്മളെപ്പോഴും എല്ലായിടത്തും പറയുന്നത് ചെറിയ സിനിമയാണ്, വലിയ സിനിമ നമ്മൾ ആഗ്രഹിക്കുന്നതാണ് വലിയ സിനിമ ചെയ്യണം എന്നുള്ളത്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഒരു 3-4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എടാ നമുക്ക് വലിയ സിനിമ ചെയ്യണ്ടേ എന്ന് ചോദിക്കും. അപ്പോൾ ഈ കണ്ടതെല്ലാം മറ്റേ ഇത് ചെറിയ സിനിമയാണ്. ഈ ചെറിയ സിനിമയുടെ സ്ക്രിപ്റ്റ് കയ്യിലോട്ട് കിട്ടിയപ്പോൾ ശരിക്കും തോന്നിയിരുന്നു ഇതൊരു ചെറിയ സിനിമയാണെന്ന്. പിന്നെ ഭയങ്കര ചെറിയ സിനിമയാണെന്ന് തോന്നിയിരുന്നല്ലോ. കളിയാക്കിയതാണോ? ശരിക്കും ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഫസ്റ്റ് ഒരു ടേക്ക് എന്തായിരുന്നു? ഇത് എവിടെയെങ്കിലും ഇപ്പോൾ പലയിടത്തും രാജേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല ആൾക്കാരും പല സീൻസ് കേൾക്കുമ്പോൾ ഭയങ്കര ഡൗട്ടായിട്ടുണ്ട്, ഇത് പ്രാവർത്തികമാകുമോ എന്നുള്ള തരത്തിൽ. അങ്ങനെയുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്കങ്ങനെ ഒരു ഡൗട്ട്സും ഫീൽ ചെയ്തിട്ടില്ല. ചിലത് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ക്ലാരിറ്റി നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ നിൽക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഇപ്പം ഇപ്പോൾ ആ സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളത് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ, ആ സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ളത് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് 100% പൂർണ്ണമായിട്ടും അത് മനസ്സിൽ തെളിയും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ എനിക്കിതുവരെയായിട്ട് ഒരു സിനിമ ചെയ്യുമ്പോഴും തോന്നിയിട്ടില്ല. സംഭവം ഇല്ലില്ല, അങ്ങനെ ഒരു ചെയ്യാൻ പറ്റാത്ത കാര്യം ഉണ്ടായിരിക്കില്ലല്ലോ. ഇപ്പം ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ അത് ഇനി ആ സിനിമ നടക്കില്ല എന്നുണ്ടായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ലൈഫിലൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. ലൊക്കേഷൻ കിട്ടാതിരിക്കുക, അല്ലെങ്കിൽ അത് പ്രാവർത്തികമല്ല, അത്തരം ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പ്രാവർത്തികമല്ല എന്നതിന് ആരും പറയണമെന്ന് കേട്ടിട്ടില്ല. ഞാൻ ഒരു ടൈമിൽ ഇപ്പം എനിക്ക് തോന്നുന്നു രാജേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന സീനിനെ പറ്റി ഞാൻ ഒരാളോട് നറേറ്റ് ചെയ്ത സമയത്ത് ഇതൊന്നും നടക്കില്ല, പക്ഷെ ഞാൻ നടത്തിയിട്ടുണ്ട് എന്ന് ഭയങ്കര മാസമായിട്ട്. ഇപ്പം ആസ് എ ആർട്ട് ഡയറക്ടർ എന്നുള്ള ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പം ഞാൻ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ലൊക്കേഷനുകൾ, പിന്നെ അതിന് ആ ലൊക്കേഷനുകൾ എങ്ങനെ നമ്മൾ ഈ സ്ക്രീൻ പ്ലേ കൺവേ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കാം, അതുമാത്രം ഞാൻ നോക്കിയാൽ മതി. ബാക്കി ഇപ്പോൾ അതിൻ്റെ ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ വേറെയുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ. ആ സിറ്റുവേഷൻ ഇപ്പോൾ ഒരു മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മേക്കപ്പ് മാന് ആ ക്യാരക്ടറിന് എങ്ങനെ മേക്കപ്പ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ചിലപ്പോൾ വൾഗറായിട്ടുള്ള മേക്കപ്പ് ആയിരിക്കാം, ചിലപ്പം ഭയങ്കര എന്താ പറയുക സൗന്ദര്യമുള്ള മേക്കപ്പ് ആയിരിക്കാം, പല രീതിയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അവർ ആ ഒരു ടെക്നീഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ കോസ്റ്റ്യൂമർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ ക്യാമറമാൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സീനിനനുസരിച്ച് എങ്ങനെ ലൈറ്റിംഗ് മൂഡ് ഉണ്ടാക്കിയെടുക്കാം, അത് പ്രാവർത്തികമാവോ എന്നുള്ള ഒരു ചിന്ത പോകാറില്ല എന്നാണ് തോന്നുന്നത് ഒരു ടെക്നീഷ്യൻസിനും. ആണല്ലേ. ഈ ഒരു സിനിമയിൽ ഇപ്പം നമ്മൾ പല സീൻസിനെ പറ്റി ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ ഒരു ആദ്യത്തെ സീൻ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ സീൻ എന്ന് നമുക്ക് തുടക്കത്തിൽ പറയാൻ പറ്റുന്ന ആ ഒരു ഷട്ടർ സീൻ, അതിനെപ്പറ്റി അധികം ആരും പറഞ്ഞു കേട്ടില്ല. അതിൻ്റെ ഒരു മേക്കിംഗ് എങ്ങനെയായിരുന്നു ശരിക്കും? ഒരു ഡാർക്ക് റൂം. നമ്മളത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് രാമോജിക്കകത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. കുറേ സ്ഥലങ്ങൾ നമ്മൾ നോക്കിയായിരുന്നു, പക്ഷേ അപ്പോൾ നമുക്ക് ഒരു ആപ്റ്റായിട്ടൊരു സ്ഥലം കിട്ടി, രാജസ്ഥാൻ രാമോജിക്കകത്താണ് കിട്ടിയത്. അവിടെ നമ്മളത് ആ ഒരു ഏരിയ മൊത്തം സെറ്റ് ക്രിയേറ്റ് ചെയ്യായിരുന്നു. അപ്പം ആ ഒരു ടെലിഫോൺ ബൂത്തായിട്ടാണ് നമ്മളത് കാണിക്കുന്നത്. പക്ഷേ നമ്മളത് ഡാർക്ക് ആയതുകൊണ്ട് അത്ര വലിയ ഡീറ്റെയിലേക്ക് പോയിട്ടില്ല. അത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വൈഡ് കാണിക്കുന്നത് ആ തലയ്ക്കടിച്ചിട്ട് ആ ഒരു കൊലപാതകം കഴിഞ്ഞതിന് ശേഷം ആ തലയ്ക്ക്
തലയ്ക്കടിച്ച ആൾ ആ ഷോപ്പിൽ നിന്ന് വെളിയിലേക്ക് വന്ന് പിക്കപ്പ് ട്രക്കിൽ കയറി പുള്ളി പോകുമ്പോൾ ഒരു വൈഡിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ കാണിക്കുന്ന ഒറ്റ ഷോട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ അതിനകത്ത്. അപ്പം ആ സ്ട്രീറ്റ് ആകെ കത്തിച്ച് ബോംബ് സ്ഫോടനവും അക്രമങ്ങളും മരണങ്ങളൊക്കെ നടന്നു കിടക്കുന്ന രീതിയിലുള്ളൊരു ഇത് കാണിക്കുന്നത്. അത് നമ്മൾ രാമോജിക്കകത്താണ് ആ സാധനം ചെയ്തത്. എഗെയിൻ നമ്മൾ പ്രസൻറ്റ് വരുന്ന സമയത്ത് നമ്മളുടെ CBI ഉദ്യോഗസ്ഥനെ കൊല്ലുന്നത് ആയിട്ട് കാണിക്കുന്നത് അതെ ക്ലൈമാക്സ് സെയിം സ്ഥലമാണ് ടൈലൻഡിൽ കാണിക്കുന്നത്. നമ്മുടെ ക്ലൈമാക്സ് ഫൈറ്റ് കഴിഞ്ഞിട്ടുള്ള സീനുകളിൽ വരുന്ന നമ്മളതിനെ ടൈലൻഡ് സീൻ എന്നാണ് പറയുന്നത്. അത് ചെയ്തിരിക്കുന്നത് ആ സെയിം സ്ട്രീറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ ട്രക്കിൽ കുറച്ച് ആൾക്കാർ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് ചോളപ്പാടം കാണിക്കുന്നുണ്ട്, അമ്പലം കാണിക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണോ അതോ ഇത് നിങ്ങൾ മേക്ക് ചെയ്തത് തന്നെയാണോ? നമ്മൾ ആദ്യം ചോളപ്പാടത്തിന് വേണ്ടിയിട്ട് എന്നാലും ചോളപ്പാടം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. വെച്ചാൽ നമ്മളുടെ ഒരു ഷൂട്ടിംഗ് ടൈമിൽ നമുക്കത് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഒറിജിനൽ റോഡ് നമ്മൾ നോക്കി കുറേ ഭാഗത്ത്. റോഡ് നോക്കിയിട്ട് റോഡും നമുക്ക് അപ്പം ചോളപ്പാടം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം വേണം. അപ്പോൾ വെള്ളം അത് നനയ്ക്കാനും ഒക്കെ ആയിട്ട് അപ്പം വെള്ളം അവൈലബിൾ അല്ലാത്ത നമ്മൾ നോക്കിയ സ്ഥലങ്ങളിലൊന്നും വെള്ളം അവൈലബിൾ അല്ലായിരുന്നു ആ സമയത്ത്, ആ ഒരു മാസങ്ങളിൽ. അപ്പോൾ നമുക്ക് വെള്ളവും അവൈലബിൾ ആവാൻ നമ്മൾ ആ ഹവേലി ഷൂട്ട് ചെയ്തിട്ടുള്ള ആ പാലസിൻ്റെ തൊട്ട് പുറകിൽ അവരുടെ തന്നെ സ്ഥലത്താണ് നമ്മൾ ആ മഡ് റോഡും ടെമ്പിളും ചോളപ്പാടം കൂടി ക്രിയേറ്റ് ചെയ്തത്. ടെമ്പിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഇതിനകത്ത് ആ ഒരു വണ്ടി ഭയങ്കര പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിച്ച് ഈ ഒരു വലിയ ഗേറ്റ് ഇടിച്ച് തകർക്കാൻ വന്ന മൂക്കൊക്കെ നീണ്ടിരിക്കണ പോലത്തെ ഒരു വണ്ടി, അത് നമ്മൾ മേക്ക് ചെയ്തത്. അത് നമ്മൾ ഇപ്പം ഒരു JCB കൊണ്ട് വരും, ബുൾഡോസർ കൊണ്ട് ഗേറ്റ് ഇടിച്ച് പൊളിച്ചു വരുന്നു എന്നാണ് നമ്മൾ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ മുന്നേ ഡയറക്ടറോട് നമ്മൾ സംസാരിച്ച സമയത്ത് നമ്മളൊരു പഴയ കാലത്തുള്ളൊരു 90s JCB സംഘടിപ്പിച്ച് അതിനകത്ത് എന്തെങ്കിലും ഒരു JCB ആണെന്ന് മനസ്സിലാവുന്നുണ്ട് അതിനകത്ത്. പക്ഷേ ഇതിലൊരു പ്രത്യേകത ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനകത്ത് കുറേ ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഒരു ഭീകരത ഉണ്ടാക്കുക എന്നുള്ള സാധനം കണ്ടു കഴിയുമ്പോൾ ഒരു ഭയം തോന്നണമല്ലോ, ആ ഒരു സാധനം ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ വേറൊരു കാലഘട്ടമാണല്ലോ നമ്മൾ തുടക്കത്തിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്തെ പറ്റിയിട്ട് അറിയാനായിട്ടുള്ള ഈ തരത്തിലുള്ള റെഫറൻസുകളൊക്കെയാണ് നമ്മൾ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുക. അത്ര വലിയ റെഫറൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ന് വെച്ചാൽ 90s അല്ല 2000 എന്നുള്ള ആ ഒരു 2000 ഒക്കെ എനിക്ക് നല്ല ഓർമ്മയുള്ള കാലഘട്ടമല്ലേ. പിന്നെ അതിന് വേണ്ടി നമ്മുടെ ടെറൈൻ അല്ലല്ലോ. നമ്മളിപ്പം 2025 ഈ 25 ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ വന്ന ഡെവലപ്മെൻറ്റ് നമുക്കറിയാമല്ലോ. സംഭവം എന്തൊക്കെയാണ്, ചിലപ്പോൾ കുറച്ച് ഫ്ലെക്സ് ബോർഡുകൾ അഡീഷണൽ വന്നു, വണ്ടികളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് ബിൽഡിങ്ങുകളുടെ സ്ട്രക്ചറിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കുറേ എന്താ പറയുക മെറ്റീരിയൽസ് വന്ന് ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അത്തരം സാധനങ്ങൾ ഉണ്ടാവാതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മളൊരു പീരിയഡ് ചെയ്യുന്ന സമയത്ത്. ഒരു 100 ഇയേഴ്സ് ബാക്ക് അല്ലെങ്കിൽ 2000 ഇയേഴ്സ് ബാക്ക് എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് അറിയാത്തൊരു കാലഘട്ടം, നമ്മൾ ജനിച്ചിട്ടില്ലല്ലോ. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആണ് നമ്മൾ ഇത്രയും റെഫറൻസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇത് എനിക്കറിയാവുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ആണല്ലേ. എത്ര രാജ്യങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടാവും ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്? സിനിമയ്ക്ക് വേണ്ടി 3 UAE, UK, US. വേറെ എത്ര ലൊക്കേഷനിൽ പോയിട്ടുണ്ടാവും? ഇത്ര എണ്ണം ഉണ്ടായിരുന്നോ? ഇത്ര ലൊക്കേഷനിൽ പോകണം? ലൊക്കേഷൻ്റെ എണ്ണം മൊത്തത്തിൽ എനിക്കറിയത്തില്ല. പക്ഷേ ഒരുപാട് ലൊക്കേഷനുകൾ 2 വർഷത്തോളം യാത്രയായിരുന്നല്ലേ. ഒരുപാട് ലൊക്കേഷൻ കണ്ടുപിടിക്കലിന് ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, ഞാൻ ടോട്ടൽ 28 മന്ത് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് 2 വർഷവും 4 മാസവും. ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ പലപ്പോഴായിട്ട് നമ്മൾ ഷൂട്ടിങ്ങിൻ്റെ എൻഡ് വരെയും നമ്മൾ ലൊക്കേഷനുകൾ പലതും നോക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റ് സീക്വൻസൊക്കെ നമ്മൾ ലാസ്റ്റ് ടൈമിലാണ് നമ്മൾ ഫൈനലാവുന്നത് ഷൂട്ടിൻ്റെ ഇപ്പം ഈ കഴിഞ്ഞ ലാസ്റ്റ് ഒക്ടോബറിലൊക്കെയാണ് നമ്മൾ ആ ലൊക്കേഷനൊക്കെ പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയങ്ങളിലും പലപ്പോഴും നമ്മൾ ലൊക്കേഷൻ കാണുന്നതാണ്. പക്ഷേ പ്രോപ്പർ ഒരു മാസ്റ്റർ ലൊക്കേഷനുകളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നമ്മുടെ ഇന്ത്യയിലത്തെ ലൊക്കേഷനുകളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 7-8 മാസത്തോളം ഞാനും അസോസിയേറ്റ് ഡയറക്ടർ ബാബയും കൂടി നടന്നിട്ടാണ് നമ്മൾ ലൊക്കേഷനെല്ലാം ഫൈനൽ ചെയ്തിരിക്കുന്നത്. 2018 കഴിഞ്ഞ ഉടനെ നമ്മൾ ഇതിൻ്റെ ലൊക്കേഷൻ നോക്കൽ പരിപാടി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. 2018 കഴിയുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ വായിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ നോക്കാൻ തരത്തിൽ നമുക്ക് എന്തായാലും സ്ക്രിപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ 3-4 പ്രാവശ്യം വായിച്ചാലേ ഉള്ളൂ നമുക്കൊന്ന് അതിൻ്റെ ലൊക്കേഷനെ കുറിച്ചിട്ട് മനസ്സിൽ തെളിയുള്ളൂ. അപ്പോൾ അത്രയും സമയത്ത് തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ 2018 എന്നുള്ള സിനിമയുടെ സക്സസ് ഇങ്ങനെ വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ആവശ്യങ്ങൾക്കായി ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ യാത്രയിലാണ്. പിന്നെ റേഞ്ച് കിട്ടില്ല, അതാണ് റേഞ്ച് പോലും കിട്ടാത്ത സ്ഥലത്താണ് നടന്നിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറേ ഹിൽ ഏരിയയിൽ കൂടെയൊക്കെയാണ് നമ്മൾ ചില പല വില്ലേജ് കൂടെയും ഇപ്പം നമ്മുടെ ലഡാക്കിലൊക്കെ നമ്മൾ ഒരുപാട് ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ആ സീക്വൻസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന
രീതിയിൽ കുറേ റിമോട്ടഡ് ആയിട്ടുള്ള പ്ലേസ് തന്നെ വേണം. ആൾ താമസമൊന്നും ഇല്ലാത്ത സ്ഥലങ്ങൾ, പിന്നെ മിലിറ്ററി സ്പേസ് ആയിരിക്കരുത്, പ്രൈവറ്റ് ആയിരിക്കണം, നമുക്ക് ബ്ലാസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള അങ്ങനെ കുറേ ഉള്ളിലേക്ക് പോയാൽ തന്നെ കിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച മാതിരി നമ്മൾ മെയിൻ റോഡിൽ കൂടെ മാത്രം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കേഷനുകൾ കിട്ടില്ല. പിന്നെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അന്വേഷിച്ച് കണ്ടെത്തുക തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഓരോ സ്ഥലത്ത് കൂടെ പോയിട്ട് നമ്മൾ ചിലപ്പോൾ നമുക്ക് മറ്റേ ഗൂഗിൾ ചെയ്താൽ പോലും അങ്ങനെ നമുക്കൊരു പാലസ് അല്ലെങ്കിൽ ഒരു ലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ഗൂഗിൾ എർത്തിലൂടെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ മറ്റേത് നമ്മൾ പ്രോപ്പർ ലൊക്കേഷൻ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ തന്നെ വേണം. ഈ തെരച്ചിൽ എങ്ങനെയാണ് ശരിക്കും? ഈ നിങ്ങൾ ആൾക്കാർ കണ്ടുപിടിക്കാത്ത അത് തെരച്ചിലൊരു ഇതിലെന്നറിയോ, നമ്മൾ പുറത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക. അത് ആ സമയത്ത് നമ്മൾ മൊബൈലിലൊന്നും നോക്കിയിട്ടുള്ള ഒരു പരിപാടി കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളിങ്ങനെ പുറത്തോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിൽ നമ്മൾ പലതും ചിലപ്പം ഒരേ സമയം നമ്മൾ ഒറ്റ ലൊക്കേഷന് വേണ്ടിയിട്ടല്ല തരുന്നത്. ഒരേ സമയം നമ്മൾ ഈ സിനിമയ്ക്കുള്ള മൊത്തം ലൊക്കേഷൻ അവിടെ എന്തൊക്കെ അവിടെ കിട്ടുമെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. പക്ഷേ അവരുടെ ടെറൈൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പം രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ രാജസ്ഥാനിൽ എന്തൊക്കെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ രാജസ്ഥാനിലെ ഇപ്പം ഞാനിപ്പോൾ നെക്സ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഒരു മാസ്റ്റർ ലൊക്കേഷൻ നമ്മൾ രാജസ്ഥാനിലാണ്. അപ്പോൾ രാജസ്ഥാനിൽ നമ്മൾ ആ യാത്രയിൽ നമ്മളിങ്ങനെ ഫുള്ള് അപ്പം പെട്ടെന്നൊരു സ്ഥലം കാണുമ്പോൾ വണ്ടി നിർത്താൻ പറയും, ഇതേ സ്ഥലം നമുക്ക് ഇന്ന സീൻ ഷൂട്ട് ചെയ്യാലോ, ഈ സ്ഥലം അപ്പം കുറച്ച് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വേറെ എന്തെങ്കിലും ലൊക്കേഷൻ ഇതേ സ്ഥലം ഇവിടെ ചെയ്തിട്ട് അപ്പോൾ അതിനേക്കാൾ ബെറ്റർ ആയിട്ട് സ്ഥലത്ത് വരുമ്പോൾ ഇതെടുത്ത് ചേഞ്ച് ചെയ്യും ഇവിടുന്ന് എടുത്തിട്ട്. അങ്ങനെ അവിടെ ഫൈനലി അപ്പം തന്നെ ഫൈനലി ഇല്ല, ആ ഒരു ഏരിയ മൊത്തം കവർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലൊക്കേഷൻ ഫൈനലി ചെയ്യുള്ളൂ. അപ്പം അതിനകത്ത് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടാകും, ഇത് ഇവിടെ ചെയ്യാം, ഇവിടെ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങനെയൊക്കെയാണല്ലേ. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു ഇനിയിപ്പോൾ വേറൊരു ടീമുണ്ടോ ഇനി, ചേട്ടാ സ്ഥലം ഇവിടെ ഒരെണ്ണമുണ്ട് ഞാൻ പുതുതായിട്ട് കണ്ടുപിടിച്ചത് പറയാൻ വേണ്ടി. നമുക്ക് ലൊക്കേഷൻ മാനേജേഴ്സ് ഉണ്ടായിരിക്കും നമ്മളുടെ. ലൊക്കേഷൻ മാനേജേഴ്സ് നമുക്ക് ശരിക്കും എന്താ വെച്ചാൽ പ്രോപ്പറായിട്ട് വല്ല പാലസ് ഷൂട്ട് ചെയ്യാം. ഒരു പാലസ് അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു സ്ഥലമാണ്. ഇപ്പം മറ്റേ സബർമതി ലേക്ക് അവർ ഷൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ മറ്റേ ഇപ്പം ഗംഗാ നദിയുടെ തീരത്ത് നമ്മൾ മറ്റേ ഹൂബ്ലി ബ്രിഡ്ജ് ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പെർമിഷൻ, അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. അതിന് പെർമിഷന് വേണ്ടിയിട്ട് അതാകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു. അപ്പോൾ നമ്മൾ മറ്റേ ആ ഒരു ഇപ്പം ബ്രിഡ്ജ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ നമുക്ക് ഇങ്ങനെ റോഡ് ബ്ലോക്ക് ചെയ്യണമെന്ന് പറയുന്നു. അത് ഇങ്ങനെ അതിന് അവരുടെ അടുത്ത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമുക്ക് വേറെ ലൊക്കേഷൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൊക്കേഷൻ എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണല്ലോ, അത് അതിൽ ഷൂട്ട് ചെയ്യുന്നു. അതല്ലാതുള്ള ചില ലൊക്കേഷനുകൾ നമുക്ക് ഇതുവരെ ബോംബ് ബ്ലാസ്റ്റുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ചില മഡ് റോഡുകൾ, അല്ലെങ്കിൽ ചില എന്താ പറയുക ഇപ്പം ഒരു ചോളപ്പാടം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചില സാധനങ്ങൾ നമ്മൾ സ്പെസിഫിക്കായിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ വേണം. പിന്നെ ഇപ്പോൾ ഒരു പാലസ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ആ പാലസിൽ എങ്ങനെയാണ് ആ സീൻ ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ സീനിൽ മറ്റേ ഷോർട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് അറിയത്തില്ല, ഈ ലൊക്കേഷൻ മാനേജേഴ്സിന്. അപ്പോൾ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ ഇത്ര സ്പേസ് വേണം. അപ്പോൾ ഞാനുള്ളിപ്പം എനിക്ക് തോന്നുന്നു ആ ഹവേലിക്ക് വേണ്ടിയിട്ട് ഞാനും വാവയും കൂടിയും ഒരു 100-ലധികം പാലസുകൾ നോക്കിയിട്ടുണ്ട് നമ്മൾ. അതിൽ നമുക്ക് ആ ഒരു പാലസും അതിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും സ്പേസ് വേണം എന്നുള്ളത് ഒരിക്കലും ലൊക്കേഷൻ മാനേജേഴ്സിന് അറിയില്ല. അപ്പോൾ നമുക്ക് അവർക്ക് സ്ക്രിപ്റ്റ് ഫുൾ ബ്രീഫ് ചെയ്ത് കൊടുത്താൽ പോലും അവർക്കത് അങ്ങനെ ഒരു ഐഡിയ കിട്ടില്ല. അവിടെ അത്ര സ്പേസ് വേണം, അവിടെ അത്രയും എൻ്റെ ബ്ലാസ്റ്റും ഫയറിങ്ങും പരിപാടിയും കാര്യങ്ങളെല്ലാം നടക്കണം, ഇപ്പോൾ യുദ്ധം മറ്റൊന്ന് പറയാം ഫൈറ്റും അതൊക്കെ നടക്കണം, അതിനുള്ള സ്പേസ് വേണം. അത് കഴിഞ്ഞ് ഒരു ഗേറ്റ് വേണം, ഗേറ്റിൻ്റെ അപ്പുറത്ത് വണ്ടികൾ വന്ന് നിൽക്കാനുള്ള സ്പേസ്, അത്രയും സ്പേസ് അത് നമ്മൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തന്നെ വേണം സംഭവം. ഇപ്പോൾ നമ്മളത് അന്വേഷിച്ച് കണ്ടെത്തുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ഡയറക്ടേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്. ഇപ്പം നമ്മുടെ ഡയറക്ടർക്ക് അറിയാമല്ലോ, ഇപ്പോൾ പുള്ളിക്ക് അത്രയും സമയം കിട്ടില്ല, നമ്മുടെ കൂടെ ഇത് അലഞ്ഞ് നടക്കാനുള്ള സമയം ഉണ്ടാവില്ല. പക്ഷേ അപ്പോൾ പുള്ളിനെ നമ്മൾ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും. അപ്പോൾ എങ്ങനെ അവിടെ സീൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടി വരുന്നു, ഇവിടെ നിന്ന് ഇവിടെ ഗേറ്റ് ഇത് ഇടിച്ച് പൊളിക്കുന്നു, ഇവിടെ കയറുന്നു, ഇവിടെ ഫൈറ്റ് നടക്കുന്ന സ്ഥലം, അത് കഴിഞ്ഞ് ഇവിടുന്ന് ലാലേട്ടൻ്റെ എൻട്രി കൊടുക്കുന്നു, അവിടുന്ന് രാജുവിൻ്റെ എൻട്രി കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സീൻ അവിടെ നിന്ന് ഇവിടെയാണ് ഹവേലി കിടക്കുന്നത്, ഇവിടുന്ന് അവിടെ ഈ ഹവേലിക്ക് കയറുന്നു, ഇവിടുന്ന് അത് നമ്മൾ ഈ ഹവേലി കഴിഞ്ഞ് എൻ്റെ ഗ്രാനറി കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ ബാക്കിൽ മാഷ്ലാൻഡ് സെറ്റ് ചെയ്തുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കുന്ന സമയത്ത് ആ കറക്റ്റാണല്ലോ പെർഫെക്റ്റ് ആണ് നമുക്ക് അവിടെ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തുന്നു. പുള്ളി വരുന്നു, കാണുന്നു, ഫൈനൽ ചെയ്യുന്നു. ഇതങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഈ മാഷ്ലാൻഡ് നമ്മൾ തന്നെ മാഷ്ലാൻഡ് നമ്മൾ അതിനവിടെ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. കുറച്ച് ഏരിയ നമ്മൾ ചിലൊരു ഒരേക്കറുള്ള സ്ഥലത്താണ് നമ്മൾ മാഷ്ലാൻഡ് ഉണ്ടാക്കിയത്, കുറച്ച് ബാക്കിയുള്ളത് എക്സിബിഷൻ ഗ്രാഫിക്കലി ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ പാലസ് ഭയങ്കര ബ്യൂട്ടിഫൈഡ് ആയിട്ടുള്ളൊരു പാലസ് ആണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ ഗാർഡൻ ഒക്കെ. ഇത് അതേപോലെ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ട് തിരിച്ച് മരങ്ങൾ തിരിച്ചു വെച്ച് കൊടുത്തു അവർക്ക് കുറേ. അതുപോലെ മറ്റേ ഈ പാലസിൻ്റെ ഫ്രണ്ടിൽ നടന്ന ഗാർഡനിൽ ഇവിടെ വാക്ക് വേകൾ ഉണ്ടായിരുന്നു, വാക്ക് വേയുടെ സൈഡിൽ കൂടെ ആയിരുന്നു മരങ്ങളുണ്ടായിരുന്നത്. പക്ഷേ അത് ശരിക്കും മറ്റേ ആ ഗ്രൗണ്ടിൻ്റെ സെൻറ്ററിലൂടെയൊക്കെയാണ് മരങ്ങൾ പല സ്ഥലത്തുകൂടെ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളിപ്പം ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ അവർക്ക് പിന്നീട് ഇനി ഷൂട്ടിങ്ങിന് വരികയോ അല്ലെങ്കിൽ അവിടെ ഇവൻറ്റ്സ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവർക്കത് ആ ഗ്രൗണ്ട് ഇപ്പം പ്ലെയിൻ ആയിട്ട് ഇരുന്നോട്ടെ എന്നുള്ളതിലേക്ക് ആ മരങ്ങൾ നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്തിരിക്കുന്നത് കോമ്പൗണ്ട് വാളിൻ്റെ സൈഡിലൂടെയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആ ഒരു പള്ളി, ഈ ഖർഗോഷ് ആ ഒരു സ്ട്രീറ്റ്, പള്ളി, ഇവിടേക്ക് ഒരു ബ്ലാസ്റ്റ് അല്ലെങ്കിൽ ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു ഇതിനെ ഒന്ന് റെഡിയാക്കുന്ന പരിപാടി നമ്മൾ തന്നെയാണോ ചെയ്യുന്നത്, അതോ അതിന് വേറൊരു സെപ്പറേറ്റ് ടീമുണ്ടോ? അതായത് നമ്മുടെ സെറ്റിൽ ഇപ്പോൾ ബ്ലാസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് തിരിച്ച് ഇപ്പം നമ്മൾ ഒരു സ്ഥലം റെൻ്റ് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി കണ്ടെത്തുന്നതായിരിക്കുമല്ലോ. അപ്പം
ഈ ഒരു ബ്ലാസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഒരു അപകടം അങ്ങനെ എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് തിരിച്ച് ഇതിനെ പഴയ രൂപത്തിലാക്കുന്ന പരിപാടിയും നമ്മൾ ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നുള്ള. അപ്പം മറ്റേ റീടേക്ക് എടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, തിരിച്ച് നമ്മളിത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോകുന്ന ഒരു സമയത്ത്. അല്ലല്ല, നമ്മൾ ചെയ്യുന്നറിയോ, ഇപ്പം ഒരു സിനിമയിൽ ഒരു ബ്ലാസ്റ്റോ ഫയറോ ഉണ്ടെങ്കിൽ പിന്നെയും ആളുകൾ സമ്മതിക്കും. മറ്റേ ഇപ്പം ചിലപ്പം അവർ ഇപ്പം എന്താ പറയുക അത്ര ഇമോഷനൊന്നുമില്ല, ഒരു ഫയറൊക്കെ ചെയ്തിട്ട് പിന്നെ പെയിൻ്റൊക്കെ അടിച്ച് പഴയവരെ ആക്കി കൊടുക്കുന്ന അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ ഫയറിന് സമ്മതിക്കും. ബ്ലാസ്റ്റിന് ഒരിക്കലും ഒരു ഒറിജിനൽ സ്ഥലത്ത് സംബന്ധിച്ചായിട്ട് എൻ്റെ അറിവിലില്ല. എന്നുവെച്ചാൽ അത് നമ്മൾ സെറ്റ് ഒരു ഏരിയ നമ്മളത് എന്താണോ നമുക്ക് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് തന്നെ വേണ്ടി വരും. അല്ലാതെ ഇപ്പം ഒറിജിനൽ ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിനകത്ത് ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ബിൽഡിങ്ങിന് എന്ത് ക്രാക്ക് സംഭവിക്കും എന്നുള്ളത് അറിയില്ലല്ലോ നമുക്ക്. അത് എന്തായാലും ഭയങ്കര ഹെവി ബ്ലാസ്റ്റ് തന്നെയാണ്. അതിന് ആ ബ്ലാസ്റ്റിൽ നമ്മൾ ഇപ്പോൾ ഷൂട്ടിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ബ്ലാസ്റ്റ് ആണെങ്കിലും അതിൻ്റെ ഇടയിൽ ആൾ പൊട്ടാൻ മരിച്ചു തന്നെ ചെയ്യും. അത് ശരിക്കും ബോംബ് തന്നെയാണ് ആദ്യം. അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽ ഒരു സ്ഥലത്ത് ബ്ലാസ്റ്റ് ചെയ്യാനോ ഫയർ ചെയ്യാനോ ഇതിലൂടെ ഞാൻ ചെയ്തിട്ടില്ല, മറ്റൊരു സിനിമയിലും ആരും ചെയ്തോന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ബ്ലാസ്റ്റ് 100% ആരും സമ്മതിക്കില്ല. ആണല്ലേ. അതുപോലെ ആ ചർച്ചിൻ്റെ ഉള്ളിൽ ഒരു അണ്ടർഗ്രൗണ്ട് സ്പേസ് ഇല്ലേ, ഇപ്പം അവരിറങ്ങി പോകുന്നതായിട്ട് കാണിക്കുന്നത്, അങ്ങനെ ഒരു സ്പേസ് അതിനകത്ത് ഉണ്ടായിരുന്നതാണോ അത് നമ്മൾ സെറ്റ് ആയിട്ട് തന്നെ? നമ്മൾ അത് JCB കൊടുന്ന് ഒരു വലിയൊരു കുഴിയെടുത്ത് പ്ലൈവുഡൊക്കെ അടിച്ച് നമ്മൾ അണ്ടർഗ്രൗണ്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത് അതിനകത്തേക്ക്. ആണല്ലേ. അതുപോലെ നമ്മുടെ ഈ സിനിമയിൽ ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഫ്ലാഗുകൾ, കൊടികളുണ്ട്, അതേപോലെ ആംസുകളുണ്ട്. ഫ്ലാഗിന്റെ പ്രൊഡക്ഷൻ ആണോ അതോ ആംസിന്റെ പ്രൊഡക്ഷൻ ആണോ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ? ഫ്ലാഗിന്റെ പ്രൊഡക്ഷൻ ആണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് ആ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് IUFന്റെ കൊടികളാണ് മറ്റേ അണികളത് പറപ്പിക്കുന്നത്. പിന്നീട് നമ്മുടെ ക്യാരക്ടർ വരുമ്പോൾ പിന്നീട് പയ്യെ ASMന്റെ കൊടികൾ കയറുന്നു. പിന്നീട് പയ്യെ അത് ഗ്രാജുവലി ASMന്റെ ഒരു ഏരിയയായി മാറുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ടും നല്ലപോലെ കൊടികൾ മേക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു നമ്മുടെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റിലെ കുറച്ച് ആൾക്കാരെ നമ്മൾ ഹയർ ചെയ്തിട്ടാണ് അവരെ കൊണ്ടാണ് തയ്പ്പിച്ചത് കൊടികളെല്ലാം. അതെനിക്ക് ഒരു 10,000 കൊടികൾ എല്ലാ പാർട്ടികളുടെയും തയ്പ്പിച്ചിട്ടുണ്ട്. അതൊരു ചെറിയൊരു എന്താ പറയുക ഫാക്ടറി മാതിരി അവിടെ ഒരു സൈഡിൽ ഫ്ലാഗ് സ്റ്റിച്ചിങ്ങും പരിപാടി, അതിൻ്റെ സ്റ്റെൻസിലിങ്ങും മറ്റൊക്കെയുള്ള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരു വഴിക്ക്. ഈ ലൂസിഫറിൽ നമ്മൾ യൂസ് ചെയ്ത ആംസ് തന്നെയാണോ നമ്മൾ എമ്പുരാനിൽ യൂസ് ചെയ്തേക്കുന്നത്? ലാലേട്ടന് ഉപയോഗിക്കുന്ന പിസ്റ്റളും അതെ സെയിം തന്നെയാണ്. അന്നത് നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അത് നമ്മൾ പെയിൻറ്റിങ് നമ്മൾ ചെയ്തിരിക്കുകയായിരുന്നു. ആ പെയിൻ്റൊക്കെ റിമൂവ് ചെയ്ത് ബ്ലാക്ക് കളറാണ് അതിൻ്റെ, ഐവറി അല്ലായിരുന്നു. പിന്നെ നമ്മൾ പെയിൻറ്റ് റിമൂവ് ചെയ്തിട്ട് അവർക്ക് കൊടുത്തു വിട്ടു. പിന്നെ അവർ വീണ്ടും അതേ ഗൺ ടീം തന്നെയാണ് നമ്മൾ എമ്പുരാനിലും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരെടുത്ത് അവരുടെ ആ ഗണ്ണ് വീണ്ടും കൊണ്ടുവരുന്നു. വീണ്ടും നമ്മൾക്ക് അതിൻ്റെ ചെറിയ പണികളൊക്കെ ചെയ്ത് കെയുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അങ്ങനെയൊക്കെ എടുത്തല്ലേ. ഇപ്പം ഹെലികോപ്റ്റർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇപ്പം മോഹൻദാസ് എന്നുള്ള ആർട്ട് ഡയറക്ടർ അറിയുന്ന ആൾക്കാർക്ക് പറയും ഈസിയാണ്, പുള്ളി പണ്ട് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതല്ലേ. നമ്മുടെ 2018 ഹെലികോപ്റ്റർ വെച്ച് നോക്കുമ്പോൾ ഇതിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അപ്പാച്ചെ എന്ന് പറയുന്നത് എനിക്ക് ആ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററാണ്, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററാണ് നമ്മൾ 2018 ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് അപ്പാച്ചെ 64 എന്നുള്ള ഹെലികോപ്റ്ററാണ്. പക്ഷേ രണ്ടും ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്ററിൻ്റെ ഒരു മോഡൽ നമ്പറൊക്കെ ഉണ്ട്, അതെനിക്ക് അറിയത്തില്ല, മറന്നു പോയത്. അത് ഇത് നമ്മുടെ ഈ എമ്പുരാനിൽ ഉപയോഗിച്ചത് കുറച്ച് ഓർണമെൻ്റൽ ആയിട്ടുള്ള ഹെലികോപ്റ്ററാണ്. ഒരുപാട് ഗൺ ഫയറിങ് മറ്റേ മിസൈൽ പരിപാടികളൊക്കെ ഉള്ളതാണ്. മറ്റതിനകത്ത് നമ്മൾ റെസ്ക്യൂവിന് ഉപയോഗിക്കുന്നതാണ്, ആളുകളെ ഡ്രോപ്പ് ചെയ്യുക പിക്ക് ചെയ്യുക അങ്ങനെയുള്ള പരിപാടിക്ക് ഉപയോഗിക്കുന്നതാണ് ഹെലികോപ്റ്റർ. അതിപ്പോൾ എന്തായാലും പെരുമ്പാവൂർ ഗോഡൗണിലുണ്ടെന്ന് നമ്മൾ കേട്ടു. ഒരു സെറ്റപ്പ് പെരുമ്പാവൂരുണ്ട്, ഒരു സെറ്റപ്പ് നമ്മുടെ വേണു സാറിൻ്റെ അണ്ടറിലുണ്ട്. ഓരോരുത്തായിട്ട് ഇങ്ങനെ നമ്മൾ ഓരോന്ന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടല്ലേ. അതേപോലെ എനിക്കറിയേണ്ട വേറൊരു സാധനം എവിടെ ഉണ്ടെന്നാ, നമ്മുടെ ആ കറുത്ത കാറ്, ലാലേട്ടൻ്റെ സ്വന്തം സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കാർ എവിടെയുണ്ട്? കറുത്ത കാർ ഇപ്പം നമ്മുടെ ലാൻഡ് മാസ്റ്റർ മറ്റേ 666 അത് നമ്മുടെ ഡയറക്ടർ കയ്യിലുണ്ട്, രാജേട്ടൻ്റെ കയ്യിലുണ്ട്. അത് നമ്മളിപ്പം ഈ ഷൂട്ടിന് വേണ്ടിയിട്ടാണ്, പുള്ളിയുടെ കയ്യിലാണ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഷൂട്ടിന് വേണ്ടിയിട്ട് അതിനെ പുറത്തിറക്കി നമ്മളതിനെ കുറച്ച് റീവർക്ക് ചെയ്തൊന്ന് പുത്തനാക്കി ഷൂട്ട് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ കൊണ്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. നന്ദചേട്ടൻ്റെ കാറല്ലായിരുന്നു? അതെ നന്ദചേട്ടൻ്റെ കാറായിരുന്നു. എന്നിട്ട് നമ്മൾ ആന്റണി ചേട്ടൻ ആ കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ ലൂസിഫറിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ അതിനകത്ത് കുറച്ച് പണികളൊക്കെ ചെയ്തിട്ട് നമ്മൾ ലൂസിഫർ ഉപയോഗിച്ചു, വീണ്ടും എമ്പുരാനിലും ഉപയോഗിച്ചു, വീണ്ടും അങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ആന്റണി ചേട്ടനും പൃഥ്വിചേട്ടനോട് ഒരു ഗിഫ്റ്റ് കൊടുത്തു. അതായത് ആ കാർ വാങ്ങിക്കുന്ന സമയത്ത് ആ കാറിന് മറ്റേ നന്ദചേട്ടൻ്റെ അടുത്ത് ആ കാർ ഉണ്ടെന്നുള്ളത് രാജചേട്ടൻ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കാർ നമുക്ക് ആ കാറിന് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ആന്റണി ചേട്ടൻ നന്ദചേട്ടനോട് സംസാരിച്ചിട്ട് അത് വാങ്ങിച്ചിട്ട് അത് അപ്പം രാജചേട്ടൻ പറഞ്ഞിരുന്നു ആ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ എനിക്ക് ആ കാർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ
സന്തോഷപൂർവ്വം അനിൽ അത് ഹാൻഡ് ഓവർ ചെയ്തു. അതെ, നമ്മളിപ്പോൾ തിയേറ്ററിലൊക്കെ ഇരിക്കുമ്പോഴേ ഇപ്പോൾ ഓരോ ആർട്ടിസ്റ്റ് വരുമ്പോൾ കിട്ടുന്ന കയ്യടി ഇറ്റ്സ് ഓക്കെ, അത് അതിൻ്റെ അതിലൊരു കാറ് വരുമ്പോൾ കിട്ടുന്ന കയ്യടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്പോൾ അത് അത്രയും ശരിക്കും പിന്നെ പ്രേക്ഷകരെന്നല്ല എനിക്കും തോന്നി. ഞാൻ ഒരു എന്താ പറയുക സാധാരണ പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ ഒരു പ്രസൻസ് തന്നെയാണ് അതിന് കാറിൽ ഉദ്ദേശിച്ചത്. അതാണ് ആ കയ്യടി വീഴാനുള്ള കാരണം. അതെ, അതിങ്ങനെ ലാലേട്ടൻ എൻട്രി ലാലേട്ടൻ എൻട്രി ചെയ്യുന്ന പോലെയാണ് ആ കാറ് കാണുമ്പോൾ. അപ്പോൾ അതിനകത്തെ വർക്കുകളൊക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ ഭയങ്കര മൈന്യൂട്ടായിട്ട് നമ്മളതിനകത്ത് അത് പിന്നെ നന്ദിച്ചേട്ടനായിരുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലത്തെ അപ്പോൾസ്റ്റേക്ക് ഒരു ഐവറി കളറായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ക്യാരക്ടർ ബ്ലാക്ക് പരിപാടി കളേഴ്സ് ഉണ്ട്. മറ്റേ നമ്മുടെ നെടുമ്പള്ളി സ്റ്റീഫൻ ആയാലും നെടുമ്പള്ളി സ്റ്റീഫൻ വൈറ്റ് ആണ്, പക്ഷേ ബ്ലാക്കിലേക്ക് മാറുന്നുണ്ടല്ലോ. നമ്മൾ ഖുറേഷി എബ്രഹാം ബ്ലാക്ക് ആണ്. അപ്പോൾ അത് തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് പിടിച്ചിട്ടാണ് അതിനകത്ത് ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്. അതേപോലെ നമ്മുടെ നെടുമ്പള്ളിയിലെ പള്ളി, ലൂസിഫറിലെ സെയിം പള്ളിയാണോ നമ്മൾ ഇവിടെ ഫാസിലുള്ള ഒരു സ്ഥലം കാണിക്കുമ്പോൾ കാണിക്കുന്നത്? നമ്മൾ സെയിം ചർച്ചിൻ്റെ എക്സ്റ്റീരിയർ ഇപ്രാവശ്യം കിട്ടിയുള്ളൂ, ഇൻറ്റീരിയർ കിട്ടിയില്ല, തന്നില്ല, പെർമിഷൻ തന്നില്ലായിരുന്നു. അപ്പോൾ നമ്മളത് ആ സീക്വൻസുകളെല്ലാം പള്ളിമേടയിലേക്ക് വേണ്ടിയിട്ട് പള്ളിമേടയായിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ പള്ളിമേട നമ്മൾ ലൂസിഫറിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ലൂസിഫറിൽ ലാലേട്ടൻ്റെ ഒരു ബംഗ്ലാവായിട്ട് കാണിക്കുന്നതിൻ്റെ അതിൻ്റെ എക്സ്റ്റീരിയർ മാത്രമേ അന്ന് ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇൻറ്റീരിയറിനകത്ത് നമ്മൾ ഇപ്പം പള്ളിമേടയ്ക്ക് അങ്ങനെ പള്ളിമേടയിലാണ് ഇപ്പം നമ്മുടെ ബാക്കിയുള്ള സീനുകളാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഫാസിലും ലാലേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ വരുന്നത് അത് നേരത്തെ സ്പേസ് തന്നെയല്ലേ? അത് അബാൻഡൻ ചർച്ചിൽ നമ്മുടെ പൊളിഞ്ഞ പള്ളി എന്ന് രണ്ട് പള്ളികളുണ്ട്. രണ്ട് പള്ളിയുണ്ട്. ഒന്ന് പൊളിഞ്ഞ പള്ളിയുണ്ട്, ഒന്ന് നമ്മൾ ആരാധനയൊക്കെ നടക്കുന്ന പാച്ചിക്കാൻ്റെ പള്ളിയായിട്ടുള്ള പള്ളി. സെയിം ആശ്രയം തന്നെ, സെയിം ആശ്രയം സെയിം തന്നെയാണ്. പിന്നെ പള്ളിയും സെയിം തന്നെയാണ്. രണ്ട് ചർച്ചും ആശ്രയം സെയിം ആയിട്ട് തന്നെയാണ്, ആ സെയിം സ്ഥലത്ത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ചർച്ചിൻ്റെ ഇൻറ്റീരിയർ മാത്രമാണ് ചേഞ്ച് ആയിട്ടുള്ളത് ഇപ്രാവശ്യം. ഓക്കെ. അതേപോലെ ഈ ബ്ലാസ്റ്റ് നടക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ, അപ്പോൾ ഈ ബ്ലാസ്റ്റിനൊക്കെ റീടേക്ക് ഉണ്ടാവാറുണ്ടോ? ബ്ലാസ്റ്റിന് റീടേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം വണ്ടികളൊക്കെ ബ്ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റീടേക്ക് എടുക്കും. നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്ന പൊസിഷനിലേക്ക് എന്നുവെച്ചാൽ ആ ഒരു ബ്ലാസ്റ്റോട് കൂടി ആ സീൻ അവസാനിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ആ ബ്ലാസ്റ്റ് കഴിഞ്ഞിട്ട് ആ സീനുകൾ വീണ്ടും നമുക്ക് അതിൻ്റെ കണ്ടിന്യൂറ്റി വെച്ചുകൊണ്ട് ചെയ്യണമെങ്കിൽ സീന ബാക്കിയുള്ള ഇതിന് കോറിയോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആ ബ്ലാസ്റ്റ് വീഴുന്ന സ്ഥലം ഇന്ന സ്ഥലമായിരിക്കണം എന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരിക്കും. അങ്ങനത്തെ ആ സ്ഥലത്തിൻ്റെ വീഴണം നിർബന്ധം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ 1, 2, 3 ടേക്കൊക്കെ പോകേണ്ടി വരും. എമ്പുരാനിൽ അങ്ങനെ പോയിട്ടുണ്ട്. എമ്പുരാനിലെ ബ്ലാസ്റ്റ് പോയിട്ടുണ്ട്. ഏത് ബ്ലാസ്റ്റ് ആയിരിക്കും പോയത്? അത് പിന്നെ പറയാം. അതെ, എന്നാൽ ഞാൻ ഈ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഏകദേശം ഒരു 2 വർഷം 4 മാസത്തെ ഈ ഓട്ടത്തിനിടയ്ക്ക് സ്വന്തം വീട്ടുകാർ എത്ര വട്ടം കണ്ടിട്ടുണ്ടാവും? വളരെ കുറച്ച് കണ്ടുള്ളൂ. 1 മാസത്തിൽ താഴെയൊക്കെയാണ് അതിൻ്റെ മൊത്തത്തിൽ. എനിക്ക് അല്ല, അവർ മിക്കപ്പോഴും നമ്മൾ കേരളത്തിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലൊക്കേഷനിൽ വരും. ലൊക്കേഷനിലേക്ക് വരില്ല, അവർ അവിടെ ആ പരിസരത്ത് ഉണ്ടാവും. ആണല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന കാര്യമാണ്. എപ്പോഴും വീട്ടിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു 2 വർഷത്തിൽ 1 മാസം മാത്രം വീട്ടുകാരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഫാമിലി ലൈഫും വർക്ക് ലൈഫും കൂടി ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൊന്ന് ബാലൻസ് ചെയ്ത് പോകുന്നത്? കാരണം ഞാൻ പോസ്റ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റും പരിപാടിയും കാര്യങ്ങളും പുള്ളിക്കാരത്തേക്ക് അറിയാം. അതുകൊണ്ട് പിള്ളേർക്കും അറിയാം, മക്കൾക്കും അറിയാം. അതുകൊണ്ട് അങ്ങനെ പരാതികളൊന്നുമില്ല. ഏറ്റവും നല്ല സപ്പോർട്ടാണ്. ഏറ്റവും വലിയ സപ്പോർട്ടാണ്. ഞാൻ അങ്ങനെ കണ്ടു, എൻ്റെ ഭാഗ്യമാണെന്ന്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ആർട്ട് ഫീൽഡിലേക്ക് വരുമ്പോഴേ ഇപ്പോൾ ഞാൻ ഒരുപാട് ഇപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കുന്നതാണ്, പണ്ടത്തെ പോലെയല്ല, കുറച്ചും കൂടെ ടെക്നീഷ്യൻസിന് റെക്കഗ്നീഷൻ കൂടുതലാണ് കിട്ടുന്നത്. ഇപ്പം സിനിമാറ്റോഗ്രാഫി ആവട്ടെ, ആർട്ടാവട്ടെ, ഈ ഒരു ട്രെയിലർ വരുമ്പോൾ എല്ലാവരും ഇതിൻ്റെ ബീജിയം അങ്ങനെ ഭയങ്കര ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ആൾക്കാർ പോകുന്നുണ്ട്. ആ ഒരു റെക്കഗ്നീഷൻ എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? പണ്ടത്തെ റെക്കഗ്നീഷൻ ഉണ്ടാക്കി തരുന്നത് സോഷ്യൽ മീഡിയ ആണല്ലോ. എന്താ പറയുക, ഒരു സന്തോഷമുണ്ട്. ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതിൽ മറ്റേത് ഫിലിം ആർട്ടിസ്റ്റുകൾ, അതിൻ്റെ സെലിബ്രിറ്റീസ് എന്ന് പറയുന്നത് ആക്ടേഴ്സാണ്. ഇപ്പം നമ്മൾ കുറച്ച് ആളുകളൊക്കെ നമ്മളെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ചേട്ടൻ ഇന്ന ആളല്ലേ, ചേട്ടൻ അത് പടം ചെയ്ത ആളല്ലേ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് നമുക്ക്. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടോ ലൈഫിൽ? പെട്ടെന്ന് ഞാനൊരു സെലിബ്രിറ്റി ആയി തോന്നിയിട്ടില്ല. പക്ഷെ നമ്മൾ ആളുകൾ തിരിച്ചറിയുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. നമ്മളിപ്പം ഇപ്പം ടൗണിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് ഒരാളൊക്കെ നമ്മളെ തിരിച്ചറിയും, അത് ഇന്ന ആളല്ലേ, അത് പോകുന്ന ഇന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു 2 വർഷത്തെ ഓട്ടത്തിനിടയ്ക്ക് ഹോസ്പിറ്റലായെന്നൊരു കഥ കേട്ടു, അതെന്ത് പറ്റിയതാണ്? അത് മറ്റേ നമ്മുടെ ഡൽഹി, ലഡാക്ക്, ഷിംല അവിടെ ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഷിംലയിൽ വെച്ചിട്ട്
പിന്നെ കുറേ കോംപ്ലിക്കേഷൻസ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴൊന്ന് ഹെലികോപ്റ്റർ കയറി വരും, അത് സമയത്ത് എത്തുന്നില്ല, അവിടുന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വരാണ്ട്, അതിനിട്ട് നമ്മൾ ഷൂട്ടിൻ്റെ ഡേറ്റ് എടുക്കുന്നതോറും പ്രഷർ കൂടിയിട്ട് ഒന്ന് കയ്യിൽ നിന്ന് പോയായിരുന്നു. അങ്ങനെ പോയതാണല്ലേ. അത് എനിക്ക് തോന്നുന്നു അറ്റ് എ ടൈം പല പല സ്ഥലത്ത് ആർട്ട് വർക്ക് നടക്കുന്നു. പല സ്ഥലത്ത് ചില ഒരേ സ്ഥലത്ത് 3 സ്ഥലത്ത് സെറ്റ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം എപ്പോഴും ഈ സിനിമയ്ക്ക് എപ്പോഴും മറ്റേ 2-3 സ്ഥലത്ത് നമ്മൾ സെറ്റ് വർക്ക്, പക്ഷേ മറ്റേതെല്ലാം നമുക്ക് കുറച്ച് ട്രാവൽ കംഫർട്ടായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും. ഇപ്പം ചെന്നൈയിൽ സെറ്റ് വർക്ക് നടക്കുന്ന സമയത്ത് മറ്റേ വേറെ സ്ഥലത്തൊക്കെ സെറ്റ് വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അതൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ലഡാക്കും ഷിംലയും ട്രാവലും ഒട്ടും കംഫർട്ടല്ല നമുക്ക്. അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. നമുക്ക് നമ്മൾ അവിടെ സ്പോട്ടിൽ കറക്റ്റായിട്ട് എത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷൻ ആയിരിക്കില്ല. നമുക്കത് കാണാൻ പറ്റും, അറിയാൻ പറ്റും, എന്തൊക്കെ ഇനി ബാലൻസ് ഉണ്ട്, എന്തൊക്കെ തീർക്കാനാണ് എത്ര സമയം വേണമെന്നൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഇത് നമ്മൾ കാണാതെ നമ്മളിങ്ങനെ മറ്റേ ഒരു എന്താ പറയുക വീഡിയോ കോളിലൊക്കെയാണ് സെറ്റ് വർക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചൊരു അതാണല്ലേ. ഈ ഷിംലയിൽ നമ്മൾ സെറ്റ് ഇട്ടിരുന്നത് പാകിസ്ഥാൻ അതെ മഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെ. നമുക്ക് എത്രത്തോളം പോസിബിൾ ആണ് ഇങ്ങനെ മഞ്ഞ് കുറേ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്ക് കുറേ ഏരിയ ഒന്നും കവർ ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ചിലൊരു മാക്സിമം കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു 10,000 സ്ക്വയർ ഫീറ്റിൽ താഴേക്കുള്ള ഒരു ഏരിയയൊക്കെ നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. പറ്റില്ല. ഞാൻ നമ്മുടെ ആർട്ട് ഡയറക്ടറിൻ്റെ ഒരു ട്രോള് കണ്ടിരുന്നു. നമ്മുടെ മറ്റേ ഈ ട്രോള് കണ്ടിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അതായത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ എല്ലാം കൂടി ഞാൻ എവിടെ കൊണ്ടുവെക്കും എന്ന് രാജചേട്ടനോട് ആർട്ട് ഡയറക്ടർ ചോദിക്കാനായിട്ട്. ഈ എത്ര എല്ല് പ്ലേസ് ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ? 1 2 3 പ്രാവശ്യം 3 ഈ എല്ലിന്റെ പ്ലേസ്മെന്റ് ഒക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എന്ത് ചെയ്യും ചേട്ടാ, ഈ എല്ലെല്ലാം കൂടെ ഞാൻ എവിടെ കൊണ്ട് വെക്കും എന്നിങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. നമ്മുടെ മരത്തിലൊരു എല്ല് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചർച്ചിന്റെ ക്രോസിലൊരു എല്ല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ലാലേട്ടൻ്റെ ഇൻട്രോയിൽ മറ്റൊരു അതിലൊരു മറ്റേ ട്രക്ക് ബ്ലാസ്റ്റ് ചെയ്തൊരു എല്ല് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതന്നെ 3 നമ്മുടെ ഈ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഫോറസ്റ്റിലെ ആ ഒരു ഫൈറ്റിൽ എല്ല് വന്ന് വീഴുന്നത് ഭയങ്കര, അതിങ്ങനെ കത്തി വീഴുന്നത് കൊണ്ടാണോ ഭയങ്കര ഗൂസ് ബംസ് ഉണ്ടായ സാധനം? അത് ശരിക്കും അങ്ങനെ തന്നെ അത് റീടേക്കിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു? കറക്റ്റ് അങ്ങനെ വന്നിട്ടില്ല. റീടേക്ക് വരാൻ സാധ്യതയുള്ളൊരു ഷോട്ടാണത്. പക്ഷേ റീടേക്ക് വന്നില്ല, കറക്റ്റ് വീണായിരുന്നു. നമ്മളത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ റോപ്പ് ചെയ്ത് തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ റോപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ മറ്റേ പിന്നെ നമ്മൾ ഒരു മോട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മോട്ടർ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോപ്പ് താഴത്തേക്ക് വരും. പിന്നെ തിരിച്ച് മറ്റേ റീടേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു മോട്ടറിൽ ഇതുണ്ട് കഴിഞ്ഞാൽ മറ്റേ മോട്ടർ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബ്രാഞ്ചും നേരെ മുകളിലേക്ക് പോയിക്കോളും. ലിഫ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോയി പഴയ സ്ഥലത്ത് നമ്മൾ പിടിച്ച് വെച്ചാൽ മതി. ഇതിൽ ഫയർ നമ്മൾ നോർമലി കത്തിക്കുന്ന പോലെ കത്തിച്ചേക്കാം? അല്ല, അത് ഗ്യാസ് കണക്ഷൻ കൊടുത്തിരിക്കണം. അത് സ്പെഷ്യൽ എഫക്റ്റ് ടീം ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെയാണല്ലേ. അതേപോലെ തന്നെ എനിക്ക് മറ്റേ പള്ളിയിലെ എല്ല് തിരിച്ച് ജയ പോലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ജയോ പിന്നെയാണ് പെട്ടെന്ന് മറ്റേ കത്തി അമർന്നൊരു സീനിലേക്ക് പോകുന്നത്. ശരിക്കും ഇതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് നേരത്തെ സംസാരിച്ചുകൊണ്ടെന്ന് പോകുന്നത് സ്ക്രിപ്റ്റ് ഭയങ്കരമായി അരച്ച് കലക്കി കുടിച്ചേക്കുന്ന ഒരു ആർട്ട് ഡയറക്ടർ. ശരിക്കും ഒരു ആർട്ട് ഡയറക്ടർ അങ്ങനെ തന്നെയാണോ? എല്ലാ ആർട്ട് ഡയറക്ടേഴ്സ് ഇങ്ങനെ, അതോ ഇതൊരു മോഹൻദാസിന്റെ ടേക്കാണോ? അല്ലല്ല, മിക്ക ആർട്ട് ഡയറക്ടേഴ്സ് അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഒരു സെറ്റ് ഇത്രയും പല ആർട്ടിസ്റ്റുകൾ വരുന്നു, അവരുടെ പ്ലേസ്മെൻറ്റ്, അവരുടെ എൻട്രി കാര്യങ്ങൾ, അതൊക്കെ നമ്മളെ മെമ്മറിയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ സ്ക്രിപ്റ്റ് ഒരു 5-6 തവണ വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ തന്നെ പല സാധനം നമ്മൾ വിട്ടുപോകും. ചില മറ്റേ ചെറിയ മൈന്യൂട്ട് സാധനങ്ങൾ ചിലപ്പോൾ പ്രോപ്പർട്ടി അതൊക്കെ രാവിലെ നമ്മൾ അതിന് നോക്കാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ഉണ്ടായിരിക്കും. അത്രയും ഇതായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ നമുക്കത് അത്രയും ബൈഹാർട്ടായാൽ മാത്രമേ ഉള്ളൂ നമ്മൾ അത്രയും ഇതിൻ്റെ സിനിമയുടെ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് നടപടി ഇല്ലാത്ത കേസാണ്. ഒരു പ്രാവശ്യം വായിച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 2 പ്രാവശ്യം കൊണ്ട് എനിക്ക് മിനിമം ഒരു 4 പ്രാവശ്യം 5 പ്രാവശ്യം വായിച്ചാലേ ഉള്ളൂ എനിക്കതൊന്ന് ബൈഹാർട്ടായി. അത് അത്യാവശ്യം നമ്മൾ പിന്നെ മാത്രമല്ല നമ്മൾ ആ സെറ്റ് വർക്ക് നടക്കുന്ന സമയത്ത് പലതവണ ആ സ്ക്രിപ്റ്റ് റെഫർ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ. അതിൽ എന്തെങ്കിലും സാധനം വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള സാധനം. അതിൻ്റെ നമ്മൾ അത്രയും സ്ട്രോങ് ആയിട്ട് അതിന് പുറകെ എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനത്തെ ആളുകളുടെ കൂടെ പടം ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ പിടിച്ചവർ പുറത്താക്കും. രാജചേട്ടൻ്റെ കൂടെ എത്രാമത്തെ പടമായിരുന്നു? 3ാമത്തെ പടമാണല്ലേ. ഇനി അടുത്തത് നമ്മൾ L3ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോഴേ അതിൻ്റെ ഒരു പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതാണല്ലോ നിങ്ങളുടെ വലിയ പടം. അല്ല, അതിൻ്റെ അങ്ങനെയൊന്നുമല്ല, ഇതൊരു തമാശയായിട്ടുള്ള ഒരു കാഷ്വൽ ടോക്കാണ് പുള്ളി പറയുന്നത്. അത് നമുക്ക് വലിയ പടം ചെയ്യേണ്ടത്, ഇതൊരു വലിയ പടമല്ല എന്നുള്ളൊരു ഇതിൽ ആ 3യെ കുറിച്ചുള്ള പ്ലാനോ അങ്ങനെയുള്ള സംഭവം ഒന്നുമില്ല അല്ലേ. നമുക്ക് ലാസ്റ്റ് ഒരു ഹെലികോപ്റ്റർ ബ്ലാസ്റ്റ് ആവുന്നുണ്ട്. അപ്പം അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത അല്ലല്ല, അത്
ഗ്രാഫിക്കലി ചെയ്താണ്. നമ്മളൊരു ഹെലികോപ്റ്റർ മിനിയേച്ചർ ഉണ്ടാക്കിയായിരുന്നു. ഒരു എന്താ പറയുക, ഒരു ഹാഫ് സൈസ് വരുന്ന രീതിയിൽ 0.5 റേഷ്യോയിലൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളത് ഉപയോഗിക്കേണ്ടി വന്നില്ല. അത് അങ്ങനെ സ്ക്രാപ്പിന് കൊടുക്കുകയാണ് ചെയ്ത ഹെലികോപ്റ്റർ. ആണല്ലേ. ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ഇതിൻ്റെ ഫേസ് ഏതായിരുന്നു നമ്മുടെ എമ്പുരാൻ്റെ സെറ്റിൽ? അത് കരഘോഷ് സ്ട്രീറ്റ് തന്നെ, കരഘോഷിൻ്റെ ഒരു ഇത് ഏരിയയാണ്. കരഘോഷും ലഡാക്ക് സീക്വൻസും അത് ഭയങ്കര രണ്ടും ഇച്ചിരി ചലഞ്ചായിരുന്നു. ആണല്ലേ. അതേപോലെ നമ്മുടെ ട്രക്കുകൾ ആദ്യം വരുന്ന സീക്വൻസിൽ ഒരു സ്ഥലത്തേക്ക് ഡൈവേർട്ടായി പോകുന്നുണ്ട്. ആ ഒരു സ്പേസ് ഒക്കെ ശരിക്കും എവിടെയായിരുന്നു? ലഡാക്കിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ സ്ഥലം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആണല്ലേ. ആ ഒരു എപ്പിസോഡ് മൊത്തം ലഡാക്കിലാണ് ഷൂട്ട് ചെയ്തത്. അത് മൊത്തം ലഡാക്ക് സ്പേസ് ആണല്ലേ. പിന്നെ അതേപോലെ നമ്മുടെ മഞ്ജു ചേച്ചിയുടെ ഒരു ഫസ്റ്റ് അവരുടെ ഒരു ഇത് കാണിക്കുന്നത് നമ്മുടെ നെടുമ്പള്ളിയിലേക്ക് വരുന്നൊരു സീനും അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഈ ഫോറസ്റ്റിലെ ഫൈറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റും ആ ഒരു സെറ്റും തമ്മിൽ അടുത്തടുത്തായിരുന്നോ അതോ നമ്മൾ രണ്ട് ഒരു 10 കിലോമീറ്റർ 8 കിലോമീറ്റർ 10 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിരുന്നു ഉണ്ടായിരുന്നത്. ജസ്റ്റ് നമ്മൾ ആ ഫോറസ്റ്റ് ഔട്ട് വിട്ട് കഴിഞ്ഞെങ്കിൽ പിന്നെ വേറെ സ്ഥലത്താണ് നമ്മൾ ഫോറസ്റ്റ് കാണിക്കുന്നത്. നമ്മൾ ആ സ്റ്റേജിൻ്റെ പുറകിലുള്ള നമ്മുടെ ആ ഒരു ട്രാൻസ്ഫോമർ ബ്ലാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കാട്ടിലേക്ക് ഓടി കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറിജിനൽ ഫോറസ്റ്റിലാണ് കാണിക്കുന്നത്. അത് വേറെ സ്ഥലത്ത് രണ്ട് സ്ഥലത്തായിട്ടാണ്. അങ്ങനെ തന്നെ ആയിരിക്കും നമുക്ക് എപ്പോഴും. ചിലപ്പോൾ നമ്മൾ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റീരിയർ ചിലപ്പോൾ വേറെ സ്ഥലത്തായിരിക്കും. ചിലപ്പോൾ ആ ഇൻറ്റീരിയർ ചിലപ്പോൾ 3-4 സ്ഥലത്തൊക്കെ ആയിട്ട് ഇൻറ്റീരിയർ ഷൂട്ട് ചെയ്തിട്ടുള്ള അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക്. ആണല്ലേ. അത് നമ്മുടെ ഈ PKR ഭവൻ അതെവിടെയായിരുന്നു ഇപ്പോൾ ആക്ച്വലി? PKR ഭവൻ നമ്മൾ ലൂസിഫറിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളതും ലൂസിഫറിൽ ഷൂട്ട് ചെയ്യുമ്പോൾ PKR ഭവൻ ആയിട്ടില്ല. PKRൻ്റെ മരണത്തിന് ശേഷം പിന്നെ ഇതിന് PKR ഭവൻ എന്നുള്ള പേര് കൊടുക്കുകയും അത് നമ്മളിവിടെ മറ്റേ എറണാകുളത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആണല്ലേ. ഇപ്പോൾ ഒബ്സർവേഷൻ, ഇപ്പോൾ ഒരു ആർട്ട് ഡയറക്ടറിനെ സംബന്ധിച്ച് ഒബ്സർവേഷൻ എന്നുള്ളൊരു കാര്യം ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പം സ്ഥലങ്ങൾ, സാധനങ്ങൾ, ഒബ്സർവേഷനാണ് ഫിലിം മേക്കിംഗ്. അതെ. അപ്പം ഈ ഒരു ഒബ്സർവേഷൻ വെച്ച് ഞാനിങ്ങനെ സ്ഥലങ്ങളും സാധനങ്ങളും ഒന്ന് മാറ്റി വെച്ച് മനുഷ്യരിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ മോഹൻദാസ് എന്നുള്ളൊരു ആർട്ട് ഡയറക്ടർ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് ഒരു 2-3 വർഷക്കാലത്തോളം ഇത് തുടർച്ചയായി കണ്ടുകൊണ്ടിരുന്ന കുറച്ച് ആൾക്കാരെ പറ്റി ചോദിക്കുകയാണ്. പൃഥ്വിരാജിൽ കണ്ടിട്ടുള്ള ഒബ്സർവ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്തായിരിക്കും? ഞാൻ 1-2 ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി പക്ക ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക ക്ലാരിറ്റിയാണ്. അതായത് ഒരു കൺഫ്യൂഷനോ ഡൗട്ടോ ഒന്നുമില്ലാത്ത ഭയങ്കര ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലാരിറ്റി. എന്താ വെച്ചാൽ ഇപ്പം ഒരു നമ്മുടെ സ്ക്രിപ്റ്റിൽ ഏത് സീന് ഷൂട്ട് ചെയ്യാനും പുള്ളി തയ്യാറാണ്. അതിനുള്ള പ്രാക്ടിക്കൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഇല്ല അത് നമ്മളുടെ ഉത്തരവാദിത്തത്തിലാണ്. ഇപ്പം ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റോ അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ പെർമിഷനോ അല്ലെങ്കിൽ സെറ്റ് റെഡി ആവുകയോ എവിടെ ഇപ്പം എൻ്റെ ഏത് സീനും എപ്പോൾ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാൻ ഏത് സമയത്ത് ഷൂട്ട് ചെയ്യാനും പുള്ളി തയ്യാറാണ്. അത്രയും ക്ലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ലല്ലോ. പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു തോന്നുന്നു. കാരണം ഭയങ്കര വയ്യാണ്ടായപ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹ. ആ സ്നേഹത്തിൻ്റെ പുറത്താണ് 3ാമത്തെ പടങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ അല്ലേ. അതേപോലെ അടുത്തത് മുരളിച്ചേട്ടനാണല്ലോ സ്ക്രിപ്റ്റ്. മുരളിച്ചേട്ടന് ഇപ്പം ആ സ്ക്രിപ്റ്റ് റീഡിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ഒരു ഫസ്റ്റ് ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേര് പറഞ്ഞാൽ അതിൽ ആ സ്ക്രിപ്റ്റിനകത്ത് എല്ലാം ഉണ്ടാവും. നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം, ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചും അതിൻ്റെ മറ്റേ ആ ഒരു സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇമേജ് തെളിയും. നമുക്ക് അതിനൊരു ലൊക്കേഷൻ ഇങ്ങനെ ആയിരിക്കണം, എന്നാൽ അത്രയും വൃത്തിയായിട്ട് പുള്ളി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് പുള്ളി. ഞാൻ ഇപ്പം പുള്ളിയുടെ 3ാമത്തെ സിനിമയാണ് ചെയ്യുന്നത്. ടിയാൻ പുള്ളിയുടെ കൂടെ ചെയ്താണ്. പിന്നെ ലൂസിഫർ, ഈ പടം 3 പടം. നമ്മുടെ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ. ആൻ്റണി ചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ആൻ്റണി ചേട്ടൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് 4ാമത്തെ പടമാണ്. ഒപ്പം, ലൂസിഫർ, ബ്രോഡാഡി, എമ്പുരാൻ. എന്തായാലും ഒരു ഭയങ്കര ക്രിയേറ്റീവ് പേഴ്സണാണ്. നോർമൽ ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല, പൈസ മുടക്കുക എന്ന് പറയുന്ന ഒരാളല്ല പുള്ളി. ഭയങ്കര വിഷനുള്ള ഒരു പ്രൊഡ്യൂസറാണ് പുള്ളി. എന്ന് വെച്ചാൽ ഇത്രയും ബഡ്ജറ്റുള്ളൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോർമൽ പൈസ മുടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്നും ഭയപ്പെടും. ഇതെന്ന് വെച്ചാൽ ആ സിനിമയുടെ ഒരു വിഷൻ പുള്ളി, ആ സിനിമ ഇങ്ങനെ ആയിരിക്കും, അത് തിയേറ്ററിൽ ഇങ്ങനെ വർക്കാവും എന്നുള്ള ഒരു ഐഡിയ പുള്ളിക്ക് ഉള്ളത് കൊണ്ടാണ് ഇത്രയും ഒരു വലിയ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്രയും വലിയ സെറ്റുകൾ, ഇത്രയും ഔട്ട് ഓഫ് ഇന്ത്യ ഷൂട്ട്, ഔട്ട് ഓഫ് കേരള ഷൂട്ടുകൾ, ഇത്രയും മറ്റേ വലിയൊരു ആർട്ടിസ്റ്റ് ക്രൂ ഉണ്ട് അതിനകത്ത്. അത് ഇത്രയും ടെക്നീഷ്യൻസ് വർക്ക് ചെയ്താൽ ഇത് പൂർണ്ണമാവുള്ളൂ. അത് തിരിച്ചറിയാമെന്നുള്ളൊരു വിഷനിലൂടെ മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. ആ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഒരു ഡയറക്ടറുടെ വിഷൻ എങ്ങനെയാണോ, ഒരു ക്യാമറാമാൻ്റെ വിഷൻ എങ്ങനെയാണോ, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ വിഷൻ എങ്ങനെയാണോ, അതേ വിഷൻ ഒരു പ്രൊഡ്യൂസർക്കും വേണം. അപ്പോഴേ അത് ജെല്ലാവുള്ളൂ. അത്രയും എന്താ വെച്ചാൽ ഞങ്ങളുടെയൊക്കെ റോൾ മോഡലാണ് പുള്ളി. ഏറ്റവും വലിയ അപ്രിസിയേഷൻ എന്തായിരിക്കും പുള്ളിയുടെ ഭാഗത്തുനിന്ന് കിട്ടിയത്?
നമ്മൾ ചെന്നൈയിലിട്ട് സെറ്റ് ഉണ്ടായിരുന്നു, വലിയ സെറ്റ്. അതാണെന്ന് എമ്പുരാനിലെ ഏറ്റവും ബഡ്ജറ്റായിട്ടുള്ള സെറ്റ്. ആ സെറ്റ് വന്ന് കണ്ടിട്ട് പുള്ളിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ചിലപ്പം മറ്റേ എൻ്റെ പൈസ ഇത്രയും പോയല്ലോ എന്നുള്ളതല്ല പുള്ളിയായിരുന്നു. ചില നമ്മളെ ചിലവാക്കിയ പൈസ ഇവിടെ കാണേണ്ടതുകൊണ്ട് 2-3 പ്രാവശ്യം ഹഗ് ചെയ്ത് തന്നെ ഭയങ്കരമായിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു പുള്ളി ആ സെറ്റ്. ആ സ്ട്രീറ്റും ചർച്ചിൻ്റെ ഇൻറ്റീരിയറും രണ്ട് സ്ഥലത്തായിരുന്നു. ചർച്ചിൻ്റെ എക്സ്റ്റീരിയറും സ്ട്രീറ്റ് ഒരു സ്ഥലത്തായിരുന്നു. പക്ഷേ ആ സ്ട്രീറ്റ് കണ്ടിട്ട് പുള്ളി ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ആത്മാഭിമാനത്തോടെ കൂടി അവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സെറ്റൊക്കെ നോക്കി ഇങ്ങനെ എൻ്റെ സെറ്റ് എൻ്റെ പൈസ മൊത്തം ഇവിടെ കാണാനുണ്ട് എന്നുള്ള ഭയങ്കര ഹാപ്പി ആയിരുന്നു പുള്ളി ആ സമയത്ത്. ഇവർ ഭയങ്കര ഉഗ്രൻ പ്രൊഡ്യൂസറാണ് പുള്ളി, ഒന്നും പറയാനില്ല. അതുപോലെ ഞാനിപ്പം 4 സിനിമ ചെയ്തതിൽ 4 സിനിമയും അതിൽ എല്ലാ ഒപ്പത്തിനാണെങ്കിലും അത്യാവശ്യം പണികളുള്ള സിനിമയായിരുന്നു, ലൂസിഫറിനാണെങ്കിലും അത്യാവശ്യം പണിയുള്ള സിനിമയായിരുന്നു, റോഡാടിയും കുറച്ച് പണികളുള്ള സിനിമ തന്നെയായിരുന്നു. പക്ഷേ നമ്മളൊക്കെ പിന്നെ കേരളത്തിൽ നടക്കുന്ന ഒരു സിനിമയാണ്, അത് പെട്ടെന്ന് നമ്മൾ ഹൈദരാബാദിലേക്ക് മാറ്റി കൊറോണയും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത്. പക്ഷെ അന്നൊക്കെ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി തീരുമാനിക്കുകയാണ് നമ്മൾ കേരളത്തിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഏത് ക്രൂ ആണോ വേണ്ടത് ആ ക്രൂവിനെ തന്നെ വിളിച്ചിട്ട് നമ്മൾ ഹൈദരാബാദിലേക്ക് മാറ്റിക്കൊണ്ട് ക്രൂവിനെ മാറ്റരുത്. പക്ഷേ നമ്മൾ ആ സമയത്ത് പൊതുവെ സിനിമ കുറവാണല്ലോ കൊറോണ സമയത്ത്. അതൊക്കെയാണ് അവരുടെ സ്നേഹം എന്ന് പറയുന്ന കാര്യങ്ങൾ. ആ ബുക്ക് ചെയ്ത ആ ക്രൂവിനെ തന്നെ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയിട്ട് അവർ വെച്ചിട്ടാണ് പടം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതെ അല്ലേ. അതുപോലെ തന്നെ ഇപ്പം ഒപ്പം എന്നുള്ള സിനിമയിൽ അല്ലെങ്കിൽ ബ്രോഡാഡി എന്നുള്ള സിനിമയിൽ കണ്ടിട്ടുള്ളൊരു ലാലേട്ടനെ അല്ല ലൂസിഫറിലേക്കോ എമ്പുരാനിലേക്കോ വരുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 4 സിനിമകൾ 4 വ്യത്യസ്ത സിനിമകളിലും ലാലേട്ടൻ തന്നെയാണ്. പക്ഷേ ലാലേട്ടൻ്റെ പല ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഷൂട്ടിംഗ് സമയത്ത് ഷോട്ടിലാണ് ക്യാരക്ടേഴ്സ് വ്യത്യാസം വരുന്നത്. എല്ലാ സമയത്ത് ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ്റെ അങ്ങനെയുള്ള ഒരു മാജിക്കിനെ എങ്ങനെയാണ് ശരിക്കും ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നത്? പുള്ളി ഭയങ്കര കോമഡി കടിച്ച് ഇങ്ങനെ ഒരു കുട്ടികളെ പോലെ ഇങ്ങനെ ഫുൾ സെറ്റിലുണ്ടായിരിക്കും പുള്ളി. പിന്നെ ഇങ്ങനെ നമ്മളായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ചിലത് കാണുമ്പോൾ കൗതുകത്തോടെ കൂടി നോക്കിയിരിക്കും. ഭയങ്കര എന്താ പറയുക, പുള്ളി പറഞ്ഞൊരു ഭയങ്കര ഒബ്സർവേഷനാണ്. സെറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ പഴയ സെറ്റിലുണ്ടായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്ത കുറേ പടങ്ങളിലുണ്ടായിരുന്നു, ആരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ നോക്കി എല്ലാം പഠിച്ചു എല്ലാവരും മനസ്സിലാക്കും പുള്ളി, എല്ലാവരെയും അറിയാം പുള്ളിക്ക്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാനും കേട്ടിട്ടുണ്ട് എല്ലാത്തിനെയും പറ്റി പഠിക്കാനായിട്ട് ഭയങ്കര ജിജ്ഞാസയുള്ള ഒരാളാണെന്ന്. എങ്ങനെ വന്ന് ചോദിക്കൂ ഇതൊക്കെ എങ്ങനെയാ ചെയ്തത് പോലെയെന്ന്? അല്ല, ഞങ്ങൾ ഇവിടെ ഗുജറാത്തിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് രാവിലെ വാക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് എനിക്കൊരു സ്റ്റിക്ക് ഉണ്ടാക്കി തരണം എന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സ്റ്റിക്ക് റെഡിയാക്കി അതിനകത്ത് അത് പോളിഷൊക്കെ ചെയ്ത് കൊടുത്തു. അപ്പം പുള്ളി അപ്പം അതിൻ്റെ എഡ്ജ് കുറച്ച് നമ്മളൊരു പോർഷൻ കുറച്ച് ഒരു മ്യൂറൽമാരി ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി പറഞ്ഞു എനിക്ക് ഇത് മൊത്തത്തിൽ അങ്ങനെ ഒന്ന് ചെയ്തു തരുമോ എന്ന് വെച്ചിട്ട്. എന്നിട്ട് ഭയങ്കര രസമുണ്ടല്ലേ എന്നുകൊണ്ട് പുള്ളി അത് ഭയങ്കര സംഭവം സിമ്പിൾ, അതിനകത്തൊന്നുമില്ല. പക്ഷേ ഇനി ഇപ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് കണ്ടിട്ടുള്ള സന്തോഷത്തിലാണല്ലോ. പുള്ളി ഭയങ്കര കൗതുകമാണ് പുള്ളിക്ക് എന്ത് കാണുമ്പോഴും, കുഞ്ഞിക്കുട്ടീനെ പോലെ. അതാണ് എനിക്ക് മറ്റേ ആ ഒരു സ്റ്റിക്കിനെ ചൊല്ലി 2-3 ദിവസം ഞങ്ങൾ ഡിസ്കഷൻ ആയിരുന്നു. അതെയോ? അത്രയും ഭയങ്കര ക്യൂരിയോസിറ്റി. ഓക്കെ. ഈ നമ്മുടെ ഒരു എന്താ പറഞ്ഞാൽ ഇപ്പൊ ടേക്കിന് മുമ്പുള്ള ലാലേട്ടൻ, ടേക്ക് കഴിഞ്ഞിട്ടുള്ള ലാലേട്ടൻ, അപ്പൊ ഈ ടേക്കിന്റെ സമയത്ത് അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന മാജിക്. അപ്പോൾ ഞാൻ സ്റ്റിക്കിൻ്റെ ആയിരുന്നു പറഞ്ഞാൽ പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ മറ്റേ ഒരു വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ചേട്ടാ സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു ലാൽ സാറിന്. ലാൽ സാറ് 2-3 ആഴ്ച ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നു, സംഭവം ഒന്നും ഇല്ല അതിനകത്ത്. പക്ഷേ പുള്ളിക്ക് എന്തൊരു കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് മോഹൻദാസ് എന്ന് പറയുന്ന ഒറ്റ ആർട്ട് ഡയറക്ടർ മാത്രം വിചാരിച്ചാലല്ല, അദ്ദേഹത്തിന് ഭയങ്കര ഒരു ടീം വേണം. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോലിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഇൻ്റർവ്യൂസിലും നമുക്കത് പറയാൻ പറ്റാത്ത വെച്ചാൽ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കേട്ട് പോക്കാണ് പതിവ്. ആ ചോദ്യം വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. എന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള ഒരു ടീം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ടീം ഒരു വളരെ ചെറിയ ടീമാണ്. ഒരു 10-15 പേരാണ് നമ്മുടെ ഇവിടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ കൂടുന്നതിനനുസരിച്ചിട്ട് ഇവരൊക്കെ ടീം എല്ലാവരും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ 400 പേരൊക്കെ ഇതിനകത്ത് നമ്മൾ ഒരു സെറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നത് എല്ലാവരും നമുക്ക് പരിചയക്കാരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മുടെ എൻ്റെ കൂടെയുള്ള കണ്ടിന്യൂസ് ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമയുടെ എൻ്റെ വരെ നിൽക്കുന്ന ഒരു ടീമുണ്ട്. എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ, മറ്റേ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ, പിന്നെ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. 3-4 അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, ചീഫ് അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ആർട്ടിസ്റ്റുകൾ, ഡിസൈനേഴ്സ്, പിന്നെ സ്ഥിരമായിട്ടുള്ള പെയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വെറും ബ്രഷ് എടുത്ത് പെയിൻ്റ് അടിക്കൽ മാത്രമല്ല, അവരുടെ ഇപ്പോൾ ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ലേജിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു തെർമോക്കോൾ വർക്കേഴ്സ്, വെരി ബ്രില്യൻ ടീമുകളാണ് മൊത്തം. നമ്മുടെ കൂട്ടത്തിലുള്ള പല സിനിമയിലൊക്കെ നമ്മൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ എനിക്ക് വർക്കില്ലാത്ത സമയത്ത് മാറി വർക്കൊക്കെ ചെയ്യാറുണ്ടെങ്കിലും പക്ഷെ നമ്മുടെ സിനിമ തുടങ്ങുമ്പോൾ എന്നാണ് തുടങ്ങുന്നതെന്ന് വെച്ചിട്ട് അവിടെ ഫുൾ ടൈം ഉണ്ടായിരിക്കും ഇവരവിടെ. അപ്പം അതൊരു വലിയ ഒരു എന്താ പറയുക
കൂടപ്പിറപ്പുകൾ പോലത്തെ പരിചയമുണ്ട്. ടീമുകളാണ് അത്. പറയാതിരിക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. അവർ ഈ സമയത്ത് ഭയങ്കര അപ്രിസിയേഷൻ നമുക്ക് എന്തായാലും അർഹിക്കുന്നുണ്ടല്ലേ? പിന്നെ തീർച്ചയായിട്ടും എന്നുവെച്ചാൽ ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ഗ്രൂപ്പ് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. സംഭവം എന്തായാലും എൻ്റെ ഗ്രൂപ്പ് സ്ട്രോങ് ആണ്. അതെ, അങ്ങനെ കിടലമായിട്ടിരിക്കട്ടെ. അതേപോലെ തന്നെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ സിനിമ നമ്മുടെ ഈ കാര്യം മാറ്റിയിട്ട് ചോദിക്കട്ടെ, ആർട്ട് ഡയറക്ടറായിട്ടാണ് നിൽക്കുന്നത്, ഡയറക്ഷനിലേക്ക് ഒരു എപ്പോഴെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം? കാരണം കൂട്ടത്തിലുള്ള പലരും പൊന്മാൻ പോലെയുള്ള സിനിമകളൊക്കെ എടുത്ത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. അങ്ങനെ ഒരു പ്ലാൻ ഇതുവരെ തോന്നിയിട്ടില്ല? ഇങ്ങനെ രാജേട്ടനൊക്കെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം കണ്ടു പഠിച്ചിട്ടൊക്കെ എനിക്കൊന്നും അങ്ങനെ പ്ലാൻ തോന്നിയിട്ടില്ല, ഇതുവരെ ഇല്ല. ഈ നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ ഈ ഒരു കഴിവിന് ഭയങ്കര ഒരു വെല്ലുവിളിയാണോ നമ്മുടെ AI പോലുള്ള? ഇപ്പൊ ഗിബ്ലിയൊക്കെ ഭയങ്കര ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ എത്രത്തോളം ക്രിയേറ്റീവ് ആണോ അത്രത്തോളം നമ്മൾ സേഫ് ആയിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ആണല്ലേ? നമുക്ക് ആർട്ടിൻ്റെ ഒരു സ്പേസിൽ എയുടെ എന്തോരം സാധ്യതകൾ ഉണ്ടാവുമായിരിക്കും AI-ക്ക്? ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഇപ്പം നമ്മളിപ്പം ചില ഒരു ലൊക്കേഷനൊക്കെ നമ്മൾ AI കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതുണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലേക്ക് അത് ആവുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അത് അതിൻ്റെ ഒരു അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു സയൻറ്റിഫിക് ഏരിയയെ കുറിച്ച് എനിക്ക് അറിയത്തില്ല, എന്താണ് AI എന്നുള്ള പരിപാടിനെ കുറിച്ചിട്ട്. അതിൽ AI വെച്ചിട്ട് ഇങ്ങനെ ഒരു നമ്മൾ കുറേ റീൽസും പരിപാടിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും അത് ഇപ്പം നമ്മുടെ രേഖാചിത്രത്തിനകത്ത് AI ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചിലപ്പോൾ ഒരു കാലഘട്ടം വരുമായിരിക്കാം, അറിയില്ല അതിനകത്ത് എൻ്റെ ഒരു എന്താണ് എൻ്റെ അവസ്ഥ എന്നുള്ളതിനെ കുറിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇത്രയും വലിയൊരു വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇനി അടുത്ത ലൊക്കേഷനിലേക്കുള്ള പറക്കാനുള്ള ടൈമാണെന്ന് തോന്നുന്നല്ലേ? ഇനി എവിടേക്കാണ്, ഏത് സിനിമയുടെ ലൊക്കേഷനിലേക്കാണ്? ഇപ്പം നമ്മൾ ഇമ്മീഡിയറ്റ് തുടങ്ങാൻ പോകുന്നത് വെച്ചാൽ ഹാഫ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ്. അതായത് രാജസ്ഥാൻ, കേരളം, ഫിൻലാൻഡ് അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടികളാണ് ഷൂട്ട് നടക്കുന്നത്. അതാണ് ഇമ്മീഡിയറ്റ് തുടങ്ങാൻ പോകുന്നത്. അതെ, 1-2 പരിപാടികളും ഉണ്ട്. എന്ന് ചെറിയ ഓരോ പരിപാടികൾ വിളിക്കുന്നുണ്ട്, ചെറിയ ഓരോ പരിപാടികൾ വിളിക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് എമ്പുരാനിലെ ഈ ഒരു വലിയ വിസ്മയം നിങ്ങൾക്ക് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും വലിയ സൂപ്പർ സാധനങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.